ഇതെന്തോരം നേരമായി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് എവിടെ പോയാവോ? ഒന്ന് പോയി അന്വേഷിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വയസ്സുകാലത്ത് എവിടെ പോയി അന്വേഷിക്കാനാ? ആ ചെക്കൻ എങ്ങനെയാവോ വരുന്നത്? ഞാൻ ആ പ്രകാശനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ പ്രകാശ, ഒന്നും ഇങ്ങോട്ട് വരുമോ? ദിനുവിനെ വിളിച്ചിട്ട് കിട്ടണില്ല. എനിക്ക് അവന് എന്ത് പറ്റിയാവോ? അമ്മ വിഷമിക്കണ്ടേട്ടാ, ടെൻഷൻ അടിക്കണ്ടേട്ടാ. അതല്ല മോനെ, കാലം കെട്ട കാലല്ലേ, അതാണ് പേടി. അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് നോക്കാം. ഞാനൊന്ന് വിളിക്കട്ടെ അവനെ. വിളിക്ക്. വിളിച്ചിട്ട് കിട്ടുന്നില്ലപ്പോ. ഞാനിപ്പോ ഇത് ആകെ ടെൻഷനായല്ലോ. എന്തെങ്കിലും പറ്റിണ്ടാവോ? അമ്മോടും ഞാനെന്താ പറയപ്പോ? അമ്മ, ഞാനൊന്ന് നോക്കിയിട്ട് വരാട്ടാ. എത്തിയാ നീയേ? അമ്പലൂരെത്തിയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി. ശരിടാ. സന്തോഷടാ. മാല എടുക്കണം. കപ്പൊരെണ്ണം കൊടുക്കണം. അമ്മക്ക് ഭയങ്കര സമാധാനായി. ഭാഗ്യായി. ഇപ്പൊ ഒരാള് നമ്മളവിടുത്തെ ആൾക്കാര് ഒന്ന് പങ്കെടുക്കല് കുറവാ. കുഴപ്പമൊന്നുമില്ല, ആളിപ്പെത്തും. കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത ബസ്സിൽ എന്തായാലും ഉണ്ടാവും, പ്രതീക്ഷിക്കാം നമുക്ക്. എന്തത് കാണാത്ത? അമ്പലൂര് എത്തിന്ന് പറയുന്നുണ്ടല്ലോ. അത് ശരിയാ. വരണ്ടോ. അടിപൊളിയായിട്ട് എത്തിയാ? അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഞങ്ങള് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിന്നെ പിടിച്ചിട്ടാണ് കിട്ടുന്നത്. നാളെ മേലൊക്കെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. അത് മതി. ഞാനവന്റെ വീട്ടിലൊന്നും നീ നേരം വരെ വെള്ളം കുടിപ്പിക്കായിരുന്നു. നീ നടന്നേ വീട്ടിലേക്ക്. അമ്മ ഭയങ്കര ടെൻഷനല്ല അവിടെ. എന്റെ ദിനേശൻ, നിന്റെ അമ്മ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവാധീനം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. യാത്ര വളരെ സുഖമായിരുന്നു. അടിപൊളി. ഒറ്റപ്പാലത്ത് നിന്ന് ആമ്പലൂര് എത്തിന്നപ്പോൾ എനിക്കൊരു സമാധാനമായ. അതറിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഞാൻ ഇവിടത്തെ പൗരസമിതിക്കാരെ വിളിച്ചു കൂട്ടി. നിനക്ക് ഒരു ട്രോഫിയും ഒരു മാലയുടെ സംഘടിപ്പിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. യാത്ര സുഖമായിരുന്നു. ഒരു തട്ടം മുട്ട ഒരു വിഷയം ഉണ്ടായില്ല. നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ള? ഞാൻ പുരുഷനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. അയ്യോ, കുഴപ്പമുണ്ടായില്ല. അമ്മേ, ഞാൻ കുറച്ചു നേരത്തേക്ക് ഞാൻ അതൊന്നും കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. ശരി. അച്ഛനോ? ശരി.